പൂമാരൻ വന്നെടി മോളെ
തലശ്ശേരിക്കാരനായ ഒരു ചുറുചുറുക്കുള്ള പാട്ടുകാരനും സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ഒരു മിടുക്കനായ ഒരു പ്രശസ്തനായ നടനായ അച്ഛന്റെ മകൻ സംവിധാനം ചെയ്ത ചിത്രമാണ് തട്ടത്തിൻ മറയത്ത്. അതിൽ ഏത് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. തട്ടത്തിൻ മറയത്തെ പെണ്ണേ ശരി, ഈ പാട്ട് പാടുന്നതിനായിട്ട് എനിക്ക് കറക്റ്റ് സമയത്ത് ഈ അഞ്ചരക്കണ്ടിയിലുള്ള നല്ല ഏറ്റവും മിടുക്കരായ നന്നായിട്ട് ഡാൻസ് ചെയ്ത 15-നും 25-നും ഇടയിൽ പ്രായമുള്ള ഒരു 5 സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് വേണം. 5 സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് വേണം. കുഞ്ഞുപിള്ളേർക്ക് വേറെ അവസരം തരാം. ഇപ്പൊ എനിക്ക് വേണ്ടത് കുറച്ചുകൂടി പ്രായമായ ബാബാ സെറ്റും കൊണ്ട് കൊടുത്ത പിള്ളേരെ തന്നെ വിളിക്കാം. നല്ല ഐശ്വര്യമായിട്ട് നിൽക്കുന്നത് ബാബാ ഒരു 5 പേരോട് ഓടുക. ഇവിടെയാണോ കഴിവുള്ള കുട്ടികൾക്ക് മഞ്ഞം വിളിച്ചപ്പോഴെ നോക്കിയാൽ റെഡി ആയിട്ടിരിക്കുക ആഗ്രഹം കൊണ്ടുവരാന്. ആഗ്രഹം കൊണ്ടെങ്കിൽ പോരാ. വാ, എത്ര പേര്? 2 പേരില്ല. 2 പേരും കൂടെ പഠിപ്പിച്ചിട്ട് നമുക്ക് സമയമില്ല. വാ, എണീച്ചോ. കണ്ടോ സെറ്റ് സാരി കൊടുത്ത് ചേച്ചി ആവേശം തിളച്ചു കൊണ്ട് വരിക കേട്ടോ. ഒരു 4 പേരായി. ഒരാളും കൂടെ, ഒരൊറ്റ ആളും കൂടെ. കറക്റ്റ് സുന്ദരല്ല വേണ്ടിട്ട്. വാ, വയസ്സാരോട് പറയില്ലേ പറയില്ലേ. എത്ര വയസ്സായിട്ട് കാര്യമില്ല. എപ്പോഴും ഈ മുഖം കണ്ടില്ലെങ്കിൽ 18 തോന്നുള്ളൂ കേട്ടോ. ഒരു ഒറ്റ സുന്ദരിയും കൂടെ വേണം. അഞ്ചരക്കണ്ടിയിൽ ഒറ്റ സുന്ദരിയും കൂടെ. ഇവിടെ 5 സുന്ദരികളാണ് എനിക്ക് വേണ്ടത്. നല്ലൊരു ഡാൻസ് ഒരാളില്ലേ ഇനി? ഇവിടെ ഇല്ലേ? സുന്ദരിയില്ലേ? ചെറിയൊരു മത്സരം നടത്താൻ പോവുകയാണ്.
ഇതിന് വിധി നിർണ്ണയിക്കുന്ന മറ്റാരുമല്ല, നിങ്ങൾ തന്നെയായിരിക്കും. ഇതിന്റെ ഒടുവിൽ ഒടുവിൽ ഞാൻ ചോദിക്കും, ഇന്ന ആളുടെ പേരുകളൊക്കെ ചോദിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ കൈയടിയിലൂടെയാണ് നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഞാൻ പറയുന്നത് ശരിക്കും കേട്ടോ. നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്ന നിങ്ങളാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇവരെ വീക്ഷിച്ചു കൊടുക്കുക. സമ്മാനം കൊടുക്കുന്ന നല്ലൊരു സമ്മാനം തന്നെയായിരിക്കും. ചേട്ടാ, നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ, ഈ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ജയൻ എന്ന് പറഞ്ഞ ചേട്ടൻ സമ്മാനം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഡാൻസ് ചെയ്ത് തുടങ്ങാൻ ഒരു ഉഷാറാവട്ടെ. നല്ലൊരു കൈഡ് കൊടുത്ത് ഇവർക്ക് എല്ലാവരും കൂടെ തുടങ്ങാം.
പെൺപിള്ളേർ ഭയങ്കര നാണമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തൊരു ഡാൻസ് ഈ അഞ്ചരക്കടികളുള്ള പെൺപിള്ളേർ നല്ല പെൺപുലികളെന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നും. നല്ല മിടുക്കരായിട്ടുള്ളവരാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് പേര് വിളിച്ചു കൊടുക്കാം. ഉള്ളതിൽ തമിഴ് പേര് തൊമ്മൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാർ കൂടെ മാനേജിംഗ് ഡയറക്ടർ വിജയൻ ചേട്ടൻ സമ്മാനം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്ക് ആകെ സംശയമായി പോയി. ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മളുടെ പേര് അനഘയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ്. രേഷ്മ, അഷിത, അതുല്യ, സിലിയ, രസ്ന, ഷിബിന, അഷിത. ഇവർ രണ്ടുപേരിൽ നിന്നാണ് ഫസ്റ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതാ അഷിത കുട്ടിക്കാണെങ്കിൽ ഷിബിനിക്കാണെങ്കിലോ വിജയൻ ചേട്ടൻ ഇങ്ങോട്ട് വരിക. വിജയൻ ചേട്ടൻ എവിടെ? ജയൻ ചേട്ടൻ. ജയൻ ചേട്ടൻ ഇവർക്ക് രണ്ടുപേർക്ക് സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ തന്നെ നല്ല മിടുക്കരെ. നമ്മളിപ്പോ എല്ലാവരും ഭയങ്കര എല്ലാ തരത്തിലും ഡാൻസ് ചെയ്യാനാവണമെന്നില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്യണമെന്ന് പാട്ട് പാടണമെന്ന് ആഗ്രഹമില്ല. അപ്പൊ എല്ലാവർക്കും അതാണ് ഫാർമേഴ്സ് ബാങ്കിന്റെ പ്രത്യേകത. അവർ ഒന്നും രണ്ട് സ്ഥാനക്കാർക്കല്ല, അവരെല്ലാവർക്കും എന്താണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത്? ഒരു പൂവാണ് അവർ സമ്മാനം കൊടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും പൂവും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരാൾക്ക് സമ്മാനം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ്? ഒരു കാര്യം ഇവർ രണ്ടുപേരും ഫസ്റ്റ് പ്രൈസ് അങ്ങ് എടുത്തോട്ടെ. ചേട്ടാ എന്താ കൊടുക്കാൻ പോണത്? എന്തോ കൂടിന്റെ അകത്താണ് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തോ വിശേഷപ്പെട്ട സമ്മാനം തന്നെ. എന്തായിരിക്കും ചേട്ടാ ഇത്? ശരി, നല്ല സമ്മാനം തന്നെയാണ്. ചേട്ടനെ ഞാൻ കൊടുത്തു. രണ്ടുപേരും മേടിച്ചു. രണ്ടു കീറി എടുത്താൽ മതി. എല്ലാവർക്കും നല്ലൊരു കേടി കൊടുത്തിട്ട് നമുക്ക് വിടാം. ശരി, നന്ദി കേട്ടാ. താങ്ക് യു. Watch it.
കൃഷ്ണാണ് ചിത്രീച്ച് പാടിയ ഉമ്മാൻ്റെ പാടി പാടുന്നത് കുറച്ച് വെച്ചു. പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് ഉമ്മാന്റെ പാലടി പാടിലാണ് സുവർഗം ഓർത്തോളി ഒരുമതിയാം ഒത്ത മുഹമ്മദ് തൂമൊഴിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ
പെണ്ണി സുറുമ കണ്ണാലൊളിയം പെയ്യണം മാണിക്കക്കല്ലേ നിന്നുടെ മാരൻ കൽവ് കൊടുക്കണം മോളെ നീ പുഞ്ചിരി കൊണ്ടൊരു ചീരണി വെച്ച് വിളമ്പേണം മാണിമ്പ പെണ്ണി സുറുമ കണ്ണാലൊളിയം പെയ്യണം മാണിക്കക്കല്ലേ നിന്നുടെ മാരൻ കൽവ് കൊടുക്കണം മോളെ നീ പുഞ്ചിരി കൊണ്ടൊരു ചീരണി വെച്ച് വിളമ്പേണം പണിയറയിൽ പുതുപട്ട് വിരിക്കണം മുത്തണിമാരനും ഒത്തൊരു മിത്ത് മോഹങ്ങൾ പങ്കിട്ടുരമിക്കണം പത്രമാറ്റത്തിനൊത്തൊരു വിരി നാണം കുടുങ്ങിടേണ്ട കാലോലിയിലൊക്കിടേ മനസകവിൽ മുഹബത്ത് തിരുത്ത് നിലവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധുമതിയാ മണിമങ്കക്കിണങ്ങുവൻ മണവാളനിതാ വരുന്നേ മലവിടിയിൽ കനവുകളുദിത്ത് തളിർമനം തുടിത്ത് തൂകിൽ ഞൊറിഞ്ഞൊടുത്ത് മഴവിയലും മറയ്ക്കകം കണ്ണിൽ പുത്തൻ മണവാട്ടി കൊടുങ്ങി നിന്നേ മനസകവിൽ മുഹബത്ത് തിരുത്ത് നിലവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധുമതിയാ മണിമങ്കക്കിണങ്ങുവൻ മണവാളനിതാ വരുന്നേ മലവിടിയിൽ കനവുകളുദിത്ത് തളിർമനം തുടിത്ത് തൂകിൽ ഞൊറിഞ്ഞൊടുത്ത് മഴവിയലും മറയ്ക്കകം കണ്ണിൽ പുത്തൻ മണവാട്ടി കൂടുങ്ങി നിന്നേ മധുനുകരുന്ന മനോഹര രാവ് മനം കവരുന്ന നിലാവൊളി രാവ് മതിമറന്ന മലർമാറിലണച്ച് ഉണർന്നൊരു രാവ് മയങ്ങിയുറങ്ങണ രാവ് മയങ്ങിയുറങ്ങണ രാവ് ഈരലോകം ജയമണി നബിയുന്ന തിരുമുമ്പന്നേ ഈരയിദേശമെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ ഈരലോകം ജയമണി നബിയുള്ള തിരുമുമ്പന്നേ ഈരയിദേശമെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് വകുല്ലി മുജാഹിദില്ലാ ബിഅഹ്ലിൽ ബദരി
മുത്തേ സത്തേ എന്നു വിളിക്കും കാനോത്തുരാവ് ഇന്നാണ് മാറിന്റെ കടലിൽ കുളിരിൽ പകരണ നിക്കാകുരാവ് ഇന്നാണ് മുത്തേ സത്തേ എന്നു വിളിക്കും കാനോത്തുരാവ് ഇന്നാണ് മാറിന്റെ കടലിൽ കുളിരിൽ പകരണ നിക്കാകുരാവ് ഇന്നാണ് ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാറി നിൽക്കണ നേരത്ത് മുത്തം കവിളത്ത്
അതൊരു പൊൻ